ഹോട്ടലിൽ 5000 രൂപയ്ക്ക് ജോലി വന്നു. 80,000 രൂപ പ്ലേസ്മെൻറ്റ് ചാർജ് വാങ്ങിയിട്ട് 5000 രൂപയുടെ ജോലി ഏതൊരു ഹോട്ടലിൽ കൊടുത്തു. കോളേജാണല്ലോ, അവർക്ക് എന്തോ ആവാലോ. മറ്റേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവരുടെ കയ്യിലാണ്, മറ്റേ കണ്ടനേഷൻ അടിച്ചു കൊടുക്കാൻ പറ്റും. ഡിഗ്രി കോഴ്സ് ശരിക്കും നമുക്ക് ഇനീഷ്യലി പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡിഗ്രി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ, ഞങ്ങൾക്ക് വരുന്ന എൻക്വയറീസിൽ ഒരു 25-30% എൻക്വയറീസ്, മാം ഞാൻ BBA ഏവിയേഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല, എനിക്ക് ജോലിയാക്കി തരുമോ? BBA ഏവിയേഷൻ ചെയ്തു, പക്ഷെ എനിക്കൊന്നും അറിയില്ല, ഞാൻ 3 months കോഴ്സ് എടുത്ത് പഠിക്കട്ടെ. 30% ഓഫ് ഓൾ എൻക്വയറീസ് ആർ ലൈക്ക് ദിസ്. സ്ക്രീനിങ്ങിന് വരുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ക്വസ്റ്റൻ, എന്താ ക്വാളിഫിക്കേഷൻ? BBA വിത്ത് ഏവിയേഷൻ. അപ്പോൾ എന്തിനാ ഈ കോഴ്സ് എടുക്കുന്നത്? വലിയ അതുകൊണ്ട് നമുക്ക് ഏവിയേഷനെ കുറിച്ച് നോളജ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവർ പറയും പ്രോമിസ് ചെയ്ത പോലെ ജോലി തന്നില്ല, ലൗഞ്ചിലാണ് പ്ലേസ്മെൻറ്റ് വന്നത്, ഡ്യൂട്ടി ഫ്രീയിലാണ് പ്ലേസ്മെൻറ്റ് വന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിൽ 12,000-15,000 രൂപയ്ക്കാണ് ജോലി വന്നത്. ഹോട്ടലിൽ 5000 രൂപയ്ക്ക് ജോലി വന്നു. 80,000 രൂപ പ്ലേസ്മെൻറ്റ് ചാർജ് വാങ്ങിയിട്ട് 5000 രൂപയുടെ ജോലി ഏതൊരു ഹോട്ടലിൽ കൊടുത്തു. കോളേജസിൽ ഉള്ള പ്രോഗ്രാംസ് എല്ലാം ആഡ് ഓൺ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതായത് BBA വിത്ത്, അല്ലെങ്കിൽ ഇത് BCom വിത്ത്, സംതിങ് വിത്ത്. ഈ വിത്തിന് വലിയ വാല്യൂ ഒന്നുമില്ല. വിത്തിന് അവർ 6 മാസം, അവസാനത്തെ 6 മാസം ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഒരു ക്ലാസ് എടുപ്പിച്ചിട്ട് വിടും. ആക്ച്വൽ ഒരു ഇൻഹൗസ് ഏവിയേഷൻ ട്രെയിനറൊന്നുമില്ല. എന്നെ വിളിക്കും, അടുത്ത അക്കാഡമിയിൽ ഏതെങ്കിലും ഒരു ട്രെയിനറിനെ വിളിക്കും, അല്ലെങ്കിൽ ചുമ്മാ അവർ ഏതെങ്കിലും പ്രൊഫൈൽ കാണുന്ന ആൾക്കാരെ വിളിക്കും, അവർ വന്ന് എന്തെങ്കിലും ക്ലാസ് എടുത്തിട്ട് പോകും. ഇത്ര ക്ലാസ് കൊടുക്കും, ഈ ഇത്ര ക്ലാസ് എന്നെ വിളിക്കും. എൻ്റെ അടുത്ത് പറയും, മാമിന് എന്താ എടുക്കാൻ പറ്റുക? അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടേ? അല്ല, ഞങ്ങൾക്കിങ്ങനെ, ദിസ് ഇസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞങ്ങൾക്കങ്ങനെ എല്ലാം ഒന്ന് കവർ ചെയ്ത് പോകാൻ പറ്റുമോ? പറയാം, എല്ലാം കവർ ചെയ്ത് പോകാൻ ഇത്ര സമയമുണ്ട് എനിക്ക്, 2 മണിക്കൂർ. പറയാം, എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ ഇത് കവർ ചെയ്യാം. ഞാൻ അവിടെ പോയി കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയും, മാം ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഗ്രൂമിങ് സെഷൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു പേഴ്സണാലിറ്റി സെഷൻ ഇതാണ്. ഇതിന് മുമ്പ് പന്തെടുത്ത്, ഇതിന് മുമ്പ് എന്തോ ഒരു ഏവിയേഷൻ ഹിസ്റ്ററി എടുത്തു, അതിന് മുമ്പ് അതെടുത്ത്, അത് ഇതേപോലെ തന്നെ എന്തോ എടുത്തു. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എടുക്കുകയാണ്, റാൻഡം പീപ്പിൾ കമ്മിങ് ആൻഡ് ടോക്കിംഗ് ടു യു. അപ്പോൾ അതിനൊരു ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആർക്കും വന്ന് ഏവിയേഷൻ്റെ കുറച്ച് ആൾക്കാർ വന്ന് എന്തൊക്കെയോ അവരോട് സംസാരിക്കുന്നു. യൂണിവേഴ്സിറ്റി ഒരു സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കോളേജിൻ്റെ പേരിലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഡിപ്ലോമ ഇൻ ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ട്. പ്ലേസ്മെൻറ്റ്, എന്ത് പ്ലേസ്മെൻറ്റ്? നോ പ്ലേസ്മെൻറ്റ്, നത്തിങ്. കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് സ്വന്തം കഴിവിൽ അവരെന്ത് ചെയ്യും, ഏതെങ്കിലും വാക്കിൻ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് സെലക്ട് ആവും. ആ കുട്ടികളുടെ ഫോട്ടോ ഇവർ വയ്ക്കും. കോളേജാണല്ലോ, അവർക്ക് എന്തോ ആവാലോ. മറ്റേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവരുടെ കയ്യിലാണ്, മറ്റേ കണ്ടനേഷൻ അടിച്ചു കൊടുക്കാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ കുട്ടികളൊന്നും പറയില്ല. അവർ പറയും, ഓക്കെ എന്തെങ്കിലും ചെയ്യും, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി എന്ന് പറയും. അടുത്ത സെറ്റ് ഓഫ് പിള്ളേർ എന്ത് ചെയ്യും, ഈ 2 പിള്ളേരെ കാണിച്ചിട്ട് ഇവർ പിടിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോമിസസ് ഒന്നും ഫുൾഫിൽഡ് ആവാതെ വരുന്നൊരു സെറ്റ് ഓഫ് കുട്ടികളെയും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തത്. വൈ ഷുഡ് ദേ സ്പെൻഡ് അനദർ ഇയർ? ഈ 3 years ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും 6 months നമ്മൾ ചെയ്യുന്നില്ല. 3 years നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഇറക്കാൻ പറ്റും. 6 months നമുക്ക് ഒരാളെ കിട്ടുന്നത് 3 വർഷം ഒരാളെ കിട്ടുന്നതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. യു ക്യാൻ റിയലി മോൾഡ് ദം, വി ഹാവ് സോ മച്ച് ഓഫ് ടൈം വിത്ത് ദം, മച്ച് ഈസിയർ ഫോർ അസ്. അതുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്.